ഹെയർ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ഒരു രോഗിക്ക് വന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് വളരെ ഞെട്ടലോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത്. ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ കോളനി സ്കാൽപ്പിൽ എത്തിച്ചേർന്നെന്നും 13 സർജറികൾക്കൊടുവിലും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുകയാണെന്നും നമ്മൾ അറിഞ്ഞു. ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് പോകുന്നതിന് മുമ്പ് ഇതൊന്നും മനസ്സിലാക്കണേ. ആൻഡ്രോജനിക് അലോപേഷ്യ അഥവാ കഷണ്ടി പോലത്തെ ഹെയർ ലോസിനാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പറയാറുള്ളത്. വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അത് ഏത് ഗ്രേഡ് ആണെന്നുള്ളത് നോക്കിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് നെറ്റ് കയറി തുടങ്ങിയിട്ടൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ജസ്റ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് മതിയാകും. ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പേഷ്യന്റ് ആ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന പ്രൊസീജിയറിന് ഒരു ഐഡിയൽ കാൻഡിഡേറ്റ് ആണോ, അതായത് ആ പേഷ്യന്റിന് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമുണ്ടോ. അപ്പം അങ്ങനെ ഒരു കാര്യം നമുക്ക് പറയണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ പേഷ്യൻ്റ് എത്തുന്നത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്തായിരിക്കണം. ഹെയർ ഫോളിക്കിൾസ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഏരിയയിൽ നിന്ന് എടുത്തിട്ട് ഈ ഡെൻസിറ്റി കുറഞ്ഞ ഏരിയയിലേക്ക് വെക്കുകയാണ്. അതായത് കൂടുതലും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബാക്ക്, തലയോട്ടിയുടെ ബാക്കിലുള്ള ഹെയർ അത്യാവശ്യം കട്ടിയുള്ള ഹെയർ ആണ്. അതിനെ എടുത്ത് ഫ്രണ്ടിലേക്ക്, അതായത് ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഉച്ചിയിലുള്ളതോ ആയിട്ടുള്ള മുടി കൊഴിച്ചിലിന് അവിടെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ സ്ലിറ്റുകൾ ഇട്ടിട്ടോ അല്ലെങ്കിൽ പല പല പ്രൊസീജിയേഴ്സിലൂടെ ഇത് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മളൊരു ലോക്കൽ അനസ്തേഷ്യ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ മാത്രം മരവിപ്പിക്കുന്ന ഒരു റീജിയണൽ അനസ്തേഷ്യ കൊടുത്താണ് ചെയ്യുന്നത്. മിനിമലി ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ പോലും ഇത് ശരിക്കും ഒരു സർജറിയാണ്. പാലിക്കേണ്ട എസെപ്റ്റിക് ആയിട്ടുള്ള പ്രിക്കോഷൻസ്, അതായത് അണുബാധ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് സ്റ്റെപ്പിൽ വേണമെങ്കിലും നമുക്ക് അണുബാധ വരാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അത് വരാതിരിക്കുന്നത് അണുബാധ വിമുക്തമാക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നത് കൊണ്ടാണ് സാധാരണഗതി. തലയോട്ടിയിൽ നമുക്ക് 5 ലെയറുകളായിട്ടാണ് ഉള്ളത്. നമ്മുടെ ആദ്യത്തെ ലെയറാണ് നമ്മൾ ഈ കാണുന്ന സ്കിൻ. അതിൻ്റെ താഴെ നമുക്ക് ഒരു ഫാറ്റി ടിഷ്യൂ ഉണ്ട്. അങ്ങനെ പല പല ലെയറുകളുണ്ട്, 5 ലെയേഴ്സ് ഉണ്ട്. ഇതിൽ ഈ ഫാറ്റി ടിഷ്യൂവിൻ്റെ അകത്ത് രക്തക്കുഴലുകളുണ്ട്. അപ്പം നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുമ്പം എന്തെങ്കിലും കാരണം കൊണ്ട് അവിടുത്തെ രക്തക്കുഴലുകളെ അത് ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ നിൽക്കുകയാണ് അവിടെ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു അണുബാധ വരികയും ഈ രക്തക്കുഴലുകൾ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് വരികയും കൂടെയാണെങ്കിൽ അണുബാധ അവിടെ ഇരുന്ന് വളരുകയും നമുക്ക് പ്രതിരോധശേഷി തരേണ്ട കോശങ്ങൾ, അത് ഈ രക്തക്കുഴലുകൾ വഴിയാണ് ആ ഒരു ഭാഗത്ത് എത്തേണ്ടത്, പക്ഷെ ആ കോശങ്ങൾ അവിടെ എത്താതെ വരികയും ചെയ്യും. ഇങ്ങനെ വരുമ്പോഴാണ് അണുബാധ കൂടുതലായിട്ട് അവിടെ ഇരുന്ന് വളരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ എന്നുള്ളത് അത് നമ്മളൊരു കോമൺ ടേമായിട്ട് പറയുന്നെങ്കിലും ഇത് ശരിക്കും സീരിയസ് ആയിട്ടുള്ള നെക്രോട്ടൈസിങ് ഫേഷ്യാറ്റിസ് എന്നൊരു കണ്ടീഷനെയാണ് കാണിക്കുന്നത്. അതായത് അതൊരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയകളുണ്ട്. അവർ ഫ്ലഷ് ഈറ്റിംഗ് എന്നല്ല, അവർ ശരിക്കും കുറച്ച് ടോക്സിൻസിനെയും എൻസൈമുകളെയും പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ അവിടുത്തെ കോശങ്ങളെ നശിപ്പിക്കും. അതാണ് നെക്രോസിസ് എന്ന് പറയുന്നത്. അത് കാരണമാണ് പേഷ്യൻ്റ് അസഹനീയമായ രീതിയിലുള്ള വേദനയും അല്ലെങ്കിൽ ആ ഒരു ഏരിയ മൊത്തം കറുത്തിരിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് രക്തക്കുഴലുകൾ വഴി പ്രോപ്പറായിട്ട് നമ്മുടെ പ്രതിരോധശേഷിയുടെ സെല്ലുകൾ അവിടെ എത്തുന്നില്ല എന്നുള്ളതും അവിടെ ഓൾറെഡി ഉള്ള ബ്ലഡ് എന്ന് പറയുന്നത് ഈ അണുബാധനെ വളരാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതും. പ്രൊസീജിയർ ചെയ്യുമ്പോൾ അതിന് ഏത് സ്റ്റെപ്പിൽ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്.